നമസ്കാരം. വില്ലേജ് ന്യൂസ് ടിവിയിലേക്ക് സ്വാഗതം. രാജീവ് ചന്ദ്രശേഖർ സൂചിമുനയിൽ. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആകെ ആശങ്കയിലാണ്. കാരണം മറ്റൊന്നുമല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തന്നെ. സംസ്ഥാന പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായ തദ്ദേശ തെരഞ്ഞെടുപ്പ് 3 മുന്നണികളെ സംബന്ധിച്ചും നിർണായകമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ സൂചനയായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. 2020 തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. അന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടതു മുന്നണിക്ക് കിട്ടിയത് 63% മേൽ സീറ്റുകളായിരുന്നു. പൊതു തെരഞ്ഞെടുപ്പിൽ എത്തിയപ്പോഴും അതുതന്നെയാണ് ആവർത്തിച്ചത്. ഇതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമായ ഒരു ദിശാസൂചികയായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വ്യക്തിപരമായി നേട്ടങ്ങളോ കോട്ടങ്ങളോ സമ്മാനിക്കാനിടയുള്ള 3 പേരാണ്. ഇടതുമുന്നണിയിൽ പിണറായി വിജയനെയും UDFൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെയും NDAയിൽ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെയുമാണത് കൂടുതലായി ബാധിക്കുക. ഇത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിനെ ആശങ്കപ്പെടുത്തുന്നത്. ഗ്രൂപ്പിസം അതിൻ്റെ ഉച്ചാവസ്ഥയിൽ വാഴുമ്പോഴായിരുന്നു രാജീവിനെ കേന്ദ്ര നേതൃത്വം BJP സംസ്ഥാന പ്രസിഡൻ്റാക്കിയത്. ജന്മനാട് കേരളമാണെങ്കിലും കർണാടകത്തിൽ സെറ്റിൽ ചെയ്തിരുന്ന രാജീവ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അത്ര പൂർണ്ണ തൃപ്തിയോടെ അല്ല സ്വീകരിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കാൾ അദ്ദേഹം ആഗ്രഹിച്ചത് കേന്ദ്രമന്ത്രി പദമായിരുന്നു. പക്ഷേ കേന്ദ്ര നേതൃത്വം രാജീവിന് വിധിച്ചത് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനമായിരുന്നു. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഈ തീരുമാനത്തിന് പിന്നിൽ വ്യക്തമായ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. അന്നത്തെ അവസ്ഥയിൽ ആരെ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാക്കിയാലും ഗ്രൂപ്പിസം അതിൻ്റെ നാറിയ തലത്തിലേക്ക് വളരുമായിരുന്നു. ഇതൊഴിവാക്കാനാണ് ഒരു ഗ്രൂപ്പിലും പെടാത്ത രാജീവിനെ സംസ്ഥാന പ്രസിഡൻ്റായി നിയമിച്ചത്. ഏതു പ്രശ്നങ്ങളും സമർത്ഥമായി ഡീൽ ചെയ്യാൻ കഴിവുള്ള രാജീവ് എന്ന കോർപ്പറേറ്റ് മുതലാളി അതേ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് സ്ഥാനമേറ്റ് കഴിഞ്ഞത്. അപ്പോഴാണ് ജീർണിച്ച ഉൾപ്പിരിവുകൾ രാജീവിന് മുന്നിൽ ഫണം വിടർത്തിയത്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നതുകൊണ്ട് അവയൊക്കെ അതിജീവിച്ച് സംഘടനയെ ഇതുവരെ നയിക്കാനായി. ഉള്ളിൽ ഏറെ അസംതൃപ്തിയോടെയാണ് പല സംസ്ഥാന നേതാക്കളും രാജീവിൻ്റെ കീഴിൽ പ്രവർത്തിച്ചത്. വ്യവസ്ഥാപിത രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത രാജീവിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന രീതികളോടും കോർപ്പറേറ്റ് ശൈലിയോടും അമിത ധനവ്യയത്തോടും ഭൂരിപക്ഷം നേതാക്കൾക്കും ഉള്ളിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിലും കേന്ദ്ര നേതൃത്വം രാജീവിന് നൽകിയിരുന്ന നിർലോഭ പിന്തുണ മൂലം എല്ലാവരും അമർഷം ഉള്ളിലൊതുക്കി. സംസ്ഥാന BJPയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഗ്രൂപ്പായ സുരേന്ദ്രൻ ഗ്രൂപ്പിനെ അവഗണിച്ച് നേതൃത്വത്തിൽ കൃഷ്ണദാസ് പക്ഷത്തിന് നൽകിയ അമിത പ്രാധാന്യത്തിൽ സുരേന്ദ്രൻ രോഷാകുലനായി. എങ്കിലും കേന്ദ്ര നേതൃത്വത്തെ ഭയന്ന് ഒന്നും മിണ്ടാതിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. BJP ഒന്നുമല്ലാതിരുന്ന കാലം മുതൽ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന വലിയൊരു വിഭാഗത്തെ തഴഞ്ഞ് ഇന്നലെ പാർട്ടിയിലെത്തിയ പുത്തൻ കൂറുകാർക്ക് അപ്രമാദിത്വം നൽകിയതിൽ എല്ലാ രോഷവും അടക്കിപ്പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രതിഷേധമാണ് ഇക്കഴിഞ്ഞ ദിവസം മുൻ സംസ്ഥാന സെക്രട്ടറി MS കുമാർ പ്രകടിപ്പിച്ചത്. രാജീവിന് കിട്ടുന്ന കേന്ദ്ര പിന്തുണ മാത്രമാണ് ഇവരെയും പിന്നോട്ട് വലിക്കുന്നത്. AN രാധാകൃഷ്ണൻ, J പത്മകുമാർ, B രാധാകൃഷ്ണ മേനോൻ തുടങ്ങിയവരൊക്കെ തന്നെ ഈ ചിന്താഗതിക്കാരാണ്. ഇങ്ങനെ പാർട്ടിയുടെ ഉള്ളു പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തിയിരിക്കുന്നത്. ഇതെല്ലാം രാജീവിനറിയാം. K സുരേന്ദ്രന് സംസ്ഥാന BJPയിൽ ഏറെ എതിരാളികൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലത്ത് BJPക്ക് വളർച്ചയാണ് ഉണ്ടായിരുന്നത്. 20% വോട്ടിലെത്തിയത് സുരേന്ദ്രൻ്റെ കാലത്താണ്. ഇതാണ് രാജീവിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിൽ നിന്ന് രാജീവിന് പിന്നോക്കം പോകാനാകില്ലെന്ന് മാത്രമല്ല, ഏറെ മുന്നോക്കം പോകുകയും വേണം. 25% വോട്ടും തിരുവനന്തപുരം, തൃശ്ശൂർ കോർപ്പറേഷനുകളും 10 മുനിസിപ്പാലിറ്റികളും 100ഓളം പഞ്ചായത്തുകളും നേടിയെടുക്കുക എന്നുള്ളതാണ് അമിത്ഷാജി രാജീവിന് നൽകിയിരിക്കുന്ന ടാർഗറ്റ്. ആദ്യം തലസ്ഥാനം പിടിക്കുക,
പിന്നെ സംസ്ഥാനങ്ങളിലേക്ക് പടർത്തുക. സംസ്ഥാന നേതൃത്വത്തിന് അമിത്ഷായുടെ ശാസനം ലഭിച്ചു കഴിഞ്ഞു. ഇതാണ് രാജീവ് ചന്ദ്രശേഖർ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചുമതല ഏറ്റെടുക്കാൻ കാരണമായത്. അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ 67 വാർഡുകളിൽ 1-ാം സ്ഥാനം ലഭിച്ചു, 20 വാർഡുകളിൽ 2-ാം സ്ഥാനവും. ഇത് മുഴുവൻ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും 50 സീറ്റിനെങ്കിലും മേലെ നേടിയില്ലെങ്കിൽ രാജീവിന് നിലനിൽപ്പ് വെല്ലുവിളിയാകും. അസംബ്ലി തെരഞ്ഞെടുപ്പും കൂടി മോശമായ പ്രകടനമാണ് കാഴ്ചവെക്കാനാകുന്നതെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജീവിൽ നിന്ന് തെറിക്കുമെന്ന് ഉറപ്പാണ്. അത് രാജീവിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് താഴേക്കാകും വലിക്കുക. പിന്നീട് കേന്ദ്ര മന്ത്രിസ്ഥാനം പോലും കയ്യെത്താ ദൂരത്താകും. ഇതെല്ലാം തിരിച്ചറിയാവുന്ന രാജീവ് ചന്ദ്രശേഖർ എല്ലാ പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിച്ച് BJPയുടെ നിലനിൽപ്പ് ഉറപ്പിക്കാൻ സർവ്വ അടവുകളും സ്വാംശീകരിച്ച് സൂചിമുനയിൽ നിന്ന് തന്നെയാണ് പൊരുതുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM പരാജയം മണക്കുന്നോ? അങ്ങനെ വേണം ഊഹിക്കാൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെന്നുള്ളത് ശരിയാണ്. 101 സീറ്റുകളിൽ 93 സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ LDF ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റു 2 മുന്നണികളേക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇടതുമുന്നണിക്കാണ് കഴിഞ്ഞിരിക്കുന്നത്.